പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ ടിപ്പാണ് കേട്ടോ. വേറൊന്നുമല്ല, എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ബൊഗെയിൻവില്ല പ്ലാന്റ് എന്ന് വെച്ചാൽ ശരിക്കും നിറച്ച് പൂവിട്ടിങ്ങനെ നമ്മുടെ ഗാർഡനിൽ നിന്നാൽ അതിനോളം ഭംഗിയുള്ള വേറൊരു പ്ലാന്റ് ഇല്ലെന്ന് തന്നെ പറയാം. കാരണം പൂ ഉണ്ടായാലും ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും. എന്താ പറയുന്നത്, ഭയങ്കര കളർഫുള്ളാക്കും നമ്മുടെ ഗാർഡനെ. ഈ ഒരു ബൊഗെയിൻവില്ലയുടെ ഒരു കമ്പ് ഞാൻ കൊണ്ട് വെച്ചു, 2 മാസം മുമ്പ് കൊണ്ട് വെച്ചതാണ്. അപ്പോൾ അതിൽ ഓൾറെഡി പൂവുണ്ടായിരുന്നു. പൂവുള്ളൊരു കമ്പ് നോക്കിയാണ് കൊണ്ട് വെച്ചത്. കുറച്ച് ദിവസം കഴിഞ്ഞു, പൂവൊക്കെ കൊഴിഞ്ഞു പോയി, ഇലകളും എല്ലാം തന്നെ കൊഴിഞ്ഞു പോയി. അതൊന്ന് മൂടി പിടിച്ച് വരണമല്ലോ, ഇലകളും എല്ലാം കൊഴിഞ്ഞു പോയി. പക്ഷെ അങ്ങനെ വരുമ്പോഴും നമ്മൾ ആ കമ്പ് കളയരുത്. നല്ല വെയിലുള്ളൊരു ഭാഗത്ത് തന്നെ അത് വെച്ചിട്ട് പൂവ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനത് കട്ട് ചെയ്ത് വിട്ടു. അതിൻ്റെ അറ്റം കുറച്ച് താഴ്ത്തി കട്ട് ചെയ്ത് വിട്ടു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരാഴ്ചയൊക്കെ ആയപ്പോൾ അതിൽ ഇലകളൊക്കെ വന്ന് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതിന് കൊടുത്തൊരു വളം എന്ന് പറയാൻ, നമ്മൾ തേയിലമട്ടുണ്ടല്ലോ, അപ്പോൾ അത് രാവിലെ ചായയൊക്കെ ഇട്ട് കഴിയുമ്പം ആ തേയിലമട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യും കേട്ടോ. കുറച്ച് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് ഇതിൻ്റെ ചോട്ടിലിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം ചൂടൊന്നും ഇല്ലാതെ വേണം, അടുപ്പിച്ച് കുറച്ച് ദിവസം ഒഴിച്ചു കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ മുട്ടത്തോടൊക്കെ വരുന്നത് നന്നായിട്ട് പൊടിച്ചിട്ട്, അതൊന്നും വലിയ നമുക്ക് പണിയുള്ള കാര്യങ്ങളല്ലല്ലോ. മുട്ടത്തോടുണ്ടായിരുന്നതൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് പൊടിച്ച് ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുത്തു. പിന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. രാവിലെയും നനയ്ക്കും, വൈകുന്നേരവും നനയ്ക്കും. അങ്ങനെ നനച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് 2 മാസമൊക്കെ ആയപ്പം നിറയെ ഇലയൊക്കെ ആയി. ഇപ്പോഴത്തെ അതിൽ പൂവായി തുടങ്ങി കേട്ടോ. പിന്നെ ഈ ഒരു പിങ്ക് കളറാണെങ്കിലും ഇതിൽ കമ്പ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരുപാട് നാളൊന്നും ആയില്ല ഇതിൽ വെച്ചിട്ട്. ഇതിലും ഇതുപോലെ തന്നെ തേയിലയുടെ ആ വെള്ളവും മുട്ടത്തോടും ഒക്കെ ഇട്ട് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഇതുപോലെ പൂത്ത് വന്നിട്ടുണ്ട്. ഇതിലും വലുതാകും. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നല്ല വെയിലുള്ളിടത്ത് വെച്ചാലല്ലേ നന്നായിട്ട് പൂക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല തന്നെയാണ് കളർ ചേഞ്ച് വരുന്നത്. ആ വെളുത്ത് കാണുന്നതാണ് അതിൻ്റെ പൂവ്. അപ്പോൾ കറക്റ്റായിട്ട് പൂവ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തേയില വെള്ളമോ അങ്ങനെ വളങ്ങളും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അത് വീണ്ടും പൂവിടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.